ഇന്നത്തെ വീഡിയോ OEX എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം കിവി ബ്രൗസർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. കിവി ബ്രൗസർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മെനു ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മെനു ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്റ്റൻഷൻസിൽ പോയിട്ട് മെറ്റാമാസ്ക് എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു കുറുക്കൻ്റെ ചിഹ്നമുള്ള ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ മെനു ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ മെറ്റാമാസ്ക് എന്ന് കാണാൻ പറ്റും. അത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. അതിനൊരു നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ഇടാം, അറിയാത്തവരാണെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പാസ്വേഡ് കൊടുക്കുക. അതിന് മുമ്പ് ഈ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ട് കോറെന്ന് സെർച്ച് ചെയ്തിട്ട് ഈ കാണുന്ന ആരോയിൽ കൊടുത്തേക്കുന്ന കോറെന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം വേണം നമ്മൾ വാലറ്റ് അൺലോക്ക് ചെയ്യാൻ. അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോറിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ട്. ഒരു കോറിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ $0.89 ഓക്കെ, അപ്പോൾ ഒരു 80 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട് $0.89 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൽ ചെറിയൊരു ചിലവുണ്ട് നമുക്ക്. ആദ്യം നമുക്ക് ഈ കോർ വാങ്ങിക്കണം. ഇത് വാങ്ങിക്കാനായിട്ട് ബിറ്റ്മാർട്ട് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഉണ്ട്, അവിടെ പോവാം. അത് ബിറ്റ്മാർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തേക്കാം. ഇതിൽ വീഡിയോയിൽ പറയുന്ന എല്ലാ ലിങ്കും കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ടാവും. കാരണം യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റില്ല, ലിങ്ക് വർക്കാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ ബിറ്റ്മാർട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഈ മെറ്റാമാസ്കിൽ കോറിൻ്റെ വാലറ്റ് അഡ്രസ്സ് നമുക്ക് ആദ്യം വേണം. അത് അങ്ങോട്ട് കോപ്പി ചെയ്യുക. ഈ ആരോയിൽ കാണിച്ചേക്കുന്ന പോലെ കോപ്പി ചെയ്യുമ്പോൾ അഡ്രസ്സ് കോപ്പി ഇടുന്ന എഴുതി കാണിക്കും. നേരെ ബിറ്റ്മാർട്ടിലേക്ക് പോവുക. ആസെറ്റ് എന്നുള്ള ഈ പച്ച കളറിലേക്ക് കൊടുത്തേക്കുന്ന ഈ ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം വിഡ്രോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വിഡ്രോ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോറ് ക്ലിക്ക് ചെയ്യാം. കോറ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ അഡ്രസ്സ് കോപ്പി ചെയ്ത അഡ്രസ്സ് കൊടുക്കണമെന്ന് പേസ്റ്റ് ചെയ്യുക. അതിന് മുമ്പ് കോറ് എന്ന് പറയുന്ന ഈ ഒരു കോയിൻ നിങ്ങൾക്ക് ഈ ബിറ്റ്മാർട്ടിൻ്റെ അകത്ത് വാങ്ങിക്കേണ്ടി വരും. അതിന് ആദ്യം നിങ്ങൾ USDT വാങ്ങിക്കണം. USDT വാങ്ങിച്ചിട്ട് ട്രേഡ് ചെയ്ത് കോറിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരാണെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മുടെ അഡ്രസ്സ് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. മിനിമം 2 കോറാണ് നമുക്ക് വിഡ്രോയിൽ വരിക. അപ്പോൾ നമ്മൾ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം മിനിമം 2 എന്ന് ക്ലിക്ക് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം വിഡ്രോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും വെരിഫിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെരിഫിക്കേഷൻ വരും. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ വിഡ്രോയിൽ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് വന്നു. ഇനി വീഡിയോയിൽ അല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നിരിക്കുന്ന ആ ലിങ്കിൽ agiex.org/faucet എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ കിവി ബ്രൗസറിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. കണക്ട് Web3 വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ മെറ്റാമാസ്കിൻ്റെ ചിഹ്നത്തിൽ ആ കുറുക്കൻ്റെ തല ഉണ്ട്, അവിടെ ഒരു 1 കാണിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വരും. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക, കണക്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മുടെ ബ്രൗസറിൻ്റെ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോസറ്റ് ഓപ്പൺ EX ലോങ് ടെസ്റ്റ് നെറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു ടാബ്, ആ ടാബ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലെയിം ടെസ്റ്റ് നെറ്റ് USDT എന്നുള്ള ഈ ഒരു ഇൻ്റർഫേസിൽ വരും, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും ആ മെനു ക്ലിക്ക് ചെയ്യുക. മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ മെറ്റാമാസ്കിൽ ഇങ്ങനെ ചിഹ്നം കാണും, അത് ക്ലിക്ക് ചെയ്യുക. കൺഫേം കൊടുക്കുക, അപ്രൂവ് കൊടുക്കുക, സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ആ വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ബ്രൗസറിൻ്റെ ടാബ് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ മേളിൽ 9 എഴുതിയേക്കുന്നുണ്ട്, ഈ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് വരിക, ക്ലോസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ആദ്യത്തെ സ്വാപ്പ് ഓപ്പൺ EX എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം മെറ്റാമാസ്കിൽ വരിക, കിവി ബ്രൗസറിൽ വരിക, പേസ്റ്റ് ചെയ്യുക, സെർച്ച് കൊടുക്കുക. ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് ലോഡാവും. കണക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കാണിക്കും, മെറ്റാമാസ്ക് എന്ന് കാണിക്കും ആദ്യം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നും വന്നില്ലെങ്കിൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ മെറ്റാമാസ്കിൽ ഇങ്ങനെ ഒരു ചിഹ്നം കാണും. അതിൽ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അതിന് മുമ്പ് ഇവിടെ കോർ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ USDC എന്ന് എഴുതിയേക്കുന്നുണ്ടോ, ഇതേപോലൊരു 10 കോയിനോളം ഉണ്ട്. നമുക്ക് ഒരു USDT ബാലൻസ് ഉണ്ട്. നേരത്തെ നമുക്ക് കാണാൻ പറ്റും ഒരു USDT ഉണ്ട്. ഇപ്പോൾ എൻ്റെ USDT 0.2 ആണുള്ളത്. ഒരു USDT ബാലൻസ് ഉണ്ടാവും, ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ്. ടെസ്റ്റാണ് കേട്ടോ, അതിൽ വിലയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ കോയിനും ഒരു 0.1 വെച്ചിട്ട് സ്വാപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഈ USDTയുടെ അടുത്ത് 0.1 എന്ന് കൊടുക്കുക. ഓക്കെ, 0.1 എന്ന് കൊടുത്തതിന് ശേഷം സ്വാപ്പ് ചെയ്യുക. ഇതേപോലെ കണ്ടോ, എല്ലാം നമ്മൾ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്തിപ്പോൾ 0.01709 ഓപ്പൺ EX ടെസ്റ്റ് ടോക്കൺ എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ എല്ലാം ഉണ്ട്. ഓക്കെ, സ്വാപ്പ് ചെയ്യണ പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. 0.1
ഓരോരോ കോയിൻസ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക, സ്വാപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെറ്റാമാസ്കിൽ റിക്വസ്റ്റ് വരും. വന്നില്ലെങ്കിൽ നിങ്ങൾ ആ കുറുക്കൻ്റെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അങ്ങനെ എല്ലാം സ്വാപ്പ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ലിങ്ക് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. വീണ്ടും കോർ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, കണക്റ്റ് കൊടുക്കുക. കണക്റ്റിംഗ് എന്ന് കാണിക്കും. എന്നിട്ട് വീണ്ടും ബ്രൗസറുടെ ആപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ സ്റ്റേക്ക് ലോൺ ടെസ്റ്റ് നെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റേക്കാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേക്ക് ക്ലിക്ക് ചെയ്യുക, മാക്സിമം എമൗണ്ട് കൊടുക്കുക, സ്റ്റേക്ക് ക്ലിക്ക് ചെയ്യുക. വീണ്ടും മെറ്റാമാസ്കിൽ ഇങ്ങനെ ഓരോ ഇത് കാണിക്കും. നെക്സ്റ്റ് കൊടുക്കുക, അപ്രൂവ് കൊടുക്കുക, ആഡ് ടോക്കൺ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫോസെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് വരും. വന്നില്ലെങ്കിൽ മെനു ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മെറ്റാമാസ്കിൻ്റെ ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ ചെയ്യുക. അതിനുശേഷം ഇതൊരു ക്വിസ് ഓപ്പൺ ആവും. ആ ക്വിസിൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പച്ച കളറിൽ. ശ്രദ്ധിക്കുക, ആദ്യത്തേൻ്റെ എ ആണ്, രണ്ടാമത്തേൻ്റെത് ബി ആണ്, മൂന്നാമത്തേൻ്റെത് ഡി ആണ്, നാലാമത്തേൻ്റെത് ഡി ആണ്. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലോങ് ടെസ്റ്റ് നെറ്റിൻ്റെ എയർ ഡ്രോപ്പ്. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണുക, ശരിക്കും കണ്ട് മനസ്സിലാക്കുക, ചെയ്യുക. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഒരു ടോക്കണിന് $4 വരെ വില അവർ പറയുന്നുണ്ട്. അപ്പോൾ എയർ ഡ്രോപ്പ് കിട്ടിയാൽ ഒരു 100 ടോക്കൺസൊക്കെ കിട്ടിയാൽ നമുക്കൊരു $400 കിട്ടും. ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്